സംശയം, കോഴിക്കോട് അങ്ങനെ ഒരു പേരൻസ് ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും എക്സ്ട്രാ ഓക്കെ നൽകുന്നില്ല. നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും പെട്ടെന്ന് തന്നിട്ടില്ല. സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പേരൻസ് ഒന്നും കോഴിക്കോടിൽ ഇല്ല എന്നാണ് എന്റെ അറിവിലുള്ളത്. ഞാൻ ഇങ്ങനെ എല്ലാവരും അറിയാം, ഞാൻ കുറച്ച് സ്ട്രോങ് ആണ്. കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. 2 വയസ്സിന് ശേഷം ഐശ്വര്യക്ക് ഇതുപോലെ ഒരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നത്. ഐശ്വര്യ അതുവരെ നോമ്പലായിരുന്നു. പിന്നെ ഐശ്വര്യക്ക് വേണ്ടിയിട്ട് ഞാൻ 2 വർഷം മൈസൂർ നിന്നു. അപ്പൊ ഐശ്വര്യ ശരിക്കും പറയുകയാണെങ്കിൽ ആയുഷ് തെറാപ്പി മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞാൻ നിന്നില്ല. പിന്നെ ആ പ്രൈവറ്റിലേക്ക് ഇതുപോലെ കൊണ്ടുപോയ സമയത്ത് ആ ടീച്ചേഴ്സ് പഠിക്കി വിട്ട ഒരു കുട്ടിയാണ്. കാരണം ഒരു നിലക്കും ഈ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഹൈപ്പറാണ്, അറ്റൻഷൻ ഇല്ല, ഐക്കോണ്ടാക്കില്ല, ഒന്നും ഇല്ല എന്ന് പറയാനാണ് ഒരു കുട്ടിയാണ്. ഇന്നിപ്പോ ഞാൻ വളരെയധികം അഭിമാനത്തോടുകൂടി പറയുകയാണ്, എന്റെ കുട്ടി എല്ലാത്തിനും പെർഫെക്റ്റ് ആയി. അതിന് കാരണക്കാരി ഞാൻ തന്നെ. കാരണം തെറാപ്പിസ്റ്റുകാരുടെ ടീച്ചറുമില്ല. നിങ്ങൾക്കറിയാം, വഴിക്കട പഞ്ചായത്തിൽ 6 വർഷമായി ഞാൻ എന്റെ കുട്ടിയുടെ കൂടെ വരികയാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി 1 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. ആ സങ്കടം നിലനിൽക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നു 10 വയസ്സാവട്ടെ, അതുവരെ ഞാൻ അവർക്ക് വേണ്ടി മാത്രം ഹാർഡ് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് അവരെ പോലുള്ള രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു പ്രചോദനമായി ഈ കോഴ്സ് എനിക്ക് പഠിച്ചെടുക്കണം. എക്സ്പീരിയൻസ് ഒരുപാട് പഠിച്ചു, പക്ഷെ അക്കാദമിക് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമുണ്ട്. എന്താണെങ്കിലും എന്തിന് യോഗ്യതയുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിനു വേണ്ടി മാത്രം ഈ കോഴ്സ് പഠിച്ചെടുക്കും. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാനില്ല. ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഇടയിലാണ് ഈ വീട്ടിലേക്ക് വന്നത്. കുട്ടികൾ ഓൺലൈനായിട്ടാണ് കുട്ടികൾ എടുക്കുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്കൊക്കെ രക്ഷിതാക്കൾക്കൊക്കെ ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഇതുപോലൊരു തെറാപ്പിസ്റ്റ് അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. നമ്മളൊക്കെ കല്ലും മുള്ളും കുപ്പിച്ചിലൊക്കെ നോക്കി കയറി അവിടെ എത്തിയത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ശരിയാവുന്ന ഒരുപാട് കേസാണ് എല്ലാവരും. പക്ഷെ ഞാൻ കരുതി എന്നെ കൊണ്ട് കഴിയുന്നത് ഒരു വിശ്വാസം. പിന്നെ മറ്റുള്ള പേരൻസിനൊക്കെ ഞാൻ എന്നെ ചോദിച്ചറിയുന്നു, നിങ്ങൾ എന്തെങ്കിലും ആക്കാൻ വേണ്ടി ചെയ്ത്, നിങ്ങൾ എന്റെ കുട്ടിക്ക് ചിരിക്കാൻ വേണ്ടി ചെയ്ത്, മറ്റൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തേ ചെയ്ത്, അല്ലെങ്കിൽ ബാത്റൂമിൽ തയ്യാറാൻ വേണ്ടി എന്തേ ചെയ്ത്, അങ്ങനെ ഓരോ പോയിന്റും എനിക്ക് പറയാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ അന്ന് ചോദിച്ചറിഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ എന്റെ പോലെ